എനിക്ക് ഇന്നത്തെ പരീക്ഷനെ പറ്റി എനിക്ക് എന്താ പറയാനുള്ളത്? ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കാക്കാൻ്റെ അടുത്താണ്. അതാണ് നമ്മളെ കാക്ക. അപ്പോൾ ഞാൻ റീജിയണൽ കോളേജിലാണ് പഠിച്ചത്. റീജിയണൽ കോളേജിൽ നിന്ന് നമ്മൾ ക്ലാസ്സൊക്കെ കട്ടാക്കി ഇറങ്ങുമ്പോൾ നേരെ മൂപ്പരെടുത്തിട്ടാണ് വരല്. മൂപ്പര് നല്ല കരിമ്പൻ ജ്യൂസ് ഉണ്ടാക്കി തരും. നല്ല രസമാണ് ബോസിന്റെ കരിമ്പൻ ജ്യൂസ്. വാ മലയാളി രണ്ടെണ്ണം കാന്തോ അത് മൈക്കാണേ. നിങ്ങളെത്തേ പറഞ്ഞാൽ മതി, എനിക്ക് നോക്കട്ടെ. അല്ല നമ്മളെക്കന്മാരൊക്കെ വരെയുണ്ടപ്പോ ഞാൻ ചെക്കന്മാരായി പിന്നെ പറയാം. ഞാൻ കഴിയുമ്പോൾ തീർക്കട്ടെ. ചെക്കന്മാരെ വർത്തമാനമായിട്ട് കഴിച്ചിട്ട് വരില്ല. അന്യക്കന്മാരല്ലേ? ഏത് ഞാനല്ലേ കുറെ അക്കന്മാരെ കൊണ്ടില്ല ഇങ്ങോട്ട്. ഞാൻ ക്ലാസ് കട്ടാക്കുന്നോണ്ട് അങ്ങനെ കച്ചവടം കിട്ടല്ലേ. അങ്ങനെ രണ്ടെണ്ണം വേണം. മൊത്തം കരിമ്പല്ലേ ഇത്? ഏത് അന്ന് തന്നെ അതേ സാധനം തന്നെയല്ലേ? അതെ, സൂപ്പറാ. ആയിക്കോട്ടെ, പ്രശ്നമില്ല. നമുക്ക് വേണമെന്ന് പറയാം. ഏത് എന്തൊക്കെയാണ് ഇയാൾ ചോദിച്ചത്? എങ്ങനെയുണ്ട്? അടിപൊളി. പൈനാപ്പിൾ കഴിച്ചിട്ട് കുറേ ആയിരം എനിക്കെടുത്തില്ല. എന്നിട്ട് കഴിഞ്ഞിട്ട് എടുക്കാം. കുറച്ച് മുളകും ഓവറായ എരിഞ്ഞ് തീരുമാനവും. കുറച്ച് മുളക് എടുക്കാം. എന്നിട്ട് ചുരുക്കിയൊക്കെ പാടെ കൂടുമ്പോൾ അല്ല വേറെ ടേസ്റ്റാണ്. ഇല്ലാകാം ഓവർ മുളകായ പ്രശ്നമാണ്. കുറച്ച് മുളകും പിന്നെ ചുരുക്കൊക്കെ പാടെ കൂട്ടിയാണ് ഇങ്ങനെ ഓവറായിരുന്നു. തിരിച്ചിട്ടാണ് ഓവറാക്കരുത്. ഓവറായി വെള്ളം കുടിച്ചടാ. അല്ല 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 ഇവന്റെ മകൻ നോക്കി. ഇവന്റെ മകൻ രണ്ട് വെള്ളം കൂടി ഇട്ടോളി. മൈക്ക് പോയി അപ്പൊ പനോളി വന്നിട്ടുണ്ട്. അപ്പൊ പനോളിന്റെ വകയാണ് ഇനി വെള്ളം. അപ്പൊ പനോളിനോട് വെള്ളം വാങ്ങിക്കണം. അതൊന്ന് പണിയും കാര്യങ്ങളൊന്നും. കളന്തപ്പ എങ്ങനെയുണ്ട്? ആണോ? ഞാൻ പറയില്ല സൂപ്പർ. ഇന്ന് വർക്കുണ്ടോ? ഇന്ന് ഞങ്ങൾ വെറുതെ അങ്ങനെ ഇറങ്ങിയതാണ്. ഞങ്ങൾ വെള്ളം അടുത്തേക്ക് വെള്ളം കുടിച്ചാൻ പറ്റുന്നു. അടുത്ത വെള്ളം തരി അല്ലേ? ഇയാൾ ഭയങ്കര കമ്പനിയാടാ നമ്മളോട്. ഞാൻ റീജിയണലിൽ നിന്ന് ക്ലാസ് കട്ടാക്കിയായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നേരെ ഇങ്ങോട്ട് വരിക. എന്നിട്ട് ഇവിടെ വന്നാട്ട് മൂപ്പരോട് തമാശ പറഞ്ഞ അങ്ങനെ കുത്തിറക്കും. അത് ചിരിച്ചു നോക്കിയാ അടുത്ത വെള്ളം തരി. പൈസ കൊടുക്കാനാണ് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ കുറച്ച് കാലത്തിന് ശേഷമാണ് പിന്നെ അങ്ങോട്ട് വരുന്നത്. അല്ല എവിടെ ഞങ്ങൾ പോയി ഇരിക്കണേ? കുറച്ചാരും ഇരുന്നോട്ടോ. ആ അപ്പൊ കാക്കാക്ക് എന്നെ നല്ലോ മിസ് ചെയ്ത് എന്നൊക്കെ എന്നോട് പറഞ്ഞേ. അത് നമ്മള് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാക്ക പറഞ്ഞു. കാക്ക ഇല്ലേ, നിങ്ങൾ അതിനോട് പറഞ്ഞില്ലേ ഞാൻ റീജിയണലിൽ നിന്ന് ഒഴിഞ്ഞു പോയാരെ നിങ്ങളിന് ഒരുപാട് മിസ് ചെയ്തില്ലേ? ഒരുപാട് മിസ് ചെയ്തു. കാരണം ഞാൻ 10ഉം 20ഉം ചെക്കന്മാരും കൊണ്ടല്ലേ ഇങ്ങോട്ട് വരിക അല്ലേ? ഓന് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ, ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ. എത്ത് പരിപാടിയാണ്? എന്ത് സോയില്? എന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം, ഞാൻ ഒരുപാട് സ്ഥലത്തുനിന്ന് കരിമ്പൻ ജ്യൂസ് കുടിച്ച മനസ്സിനാണ്. എന്നാലും നല്ല കരിമ്പൻ ജ്യൂസാണ് മൂപ്പരുത്. നമുക്ക് എന്താ വെച്ചാല്
മനസ്സ് നിറഞ്ഞു തരുന്നതും അതായത് ഒറ്റടിക്ക് ഉണ്ടാക്കിയത് എത്ര ചിരിച്ചിനെ അവന് പന തോന്നുന്നത് അവൻ തോന്നാ കുറച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ അന്തം വിട്ട് മറ്റേ ചിരിച്ചിനെ വെള്ളത്തിന് ടേസ്റ്റ് സ്വന്തം പ്രൊമോഷനും ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ കൂടെ കുടിച്ചാൽ ചെറിയൊക്കെ വരും. ഓക്കെ അപ്പോൾ നല്ല കരിമ്പൻ ജ്യൂസാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. അവന്റെ അഭിപ്രായം പറയാട്ടോ. കാക്കാക്ക് വരാണ്ടാവും അന്നെ കാക്കാക്ക് വരാനുള്ള അവസരം കൊടുക്കും. എനിക്ക് കുടിക്കണ അഭിപ്രായം ഉള്ളൂ. കുടിക്കണോൾക്ക് കുടിക്കണ പോലെ എന്ത് ചെയ്യാം നമ്മള് മനസ്സറിഞ്ഞ് കുടിപ്പിക്കാന്നുള്ളതന്നെ. അതെ കുടിപ്പിക്കുക. അങ്ങ് വെള്ളം വേണ്ടേ? കരിമ്പൻ ജ്യൂസ് വീണ്ടും വീണ്ടും വരികയാണ്. അല്ലാതെ ഇവിടെ ലൈം അടിച്ച് കൊടുക്കണമെന്നില്ലല്ലോ ഞങ്ങള്. അടിച്ചു കൊടുക്കുക ചെക്കന്മാർക്ക്. കരിമ്പൻ ജ്യൂസ് മാത്രം ഞാൻ കൊടുക്കാം ചെക്കന്മാർക്ക്. സ്കൂൾ ഞങ്ങളെ ക്ലാസ് കട്ടാക്കി പോകുന്നല്ലടാ. അല്ല പരീക്ഷ എന്തെന്നാണ് അന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ ഇതിലേതൊക്കെ ചെയ്തേ എല്ലാം എന്നായിക്കോട്ടെ. ഞാൻ എന്നാ ചോദിച്ചട്ടെ. അല്ല ബോസ് ഇമ്മ ഇതിൽ ചോദിച്ചാൻ പറ്റിയൊരു ചോദ്യം ഇല്ലല്ലോടി. ഒന്ന് ചോദിച്ചു താഴെ കൊടുത്തവയിൽ ശരിയായത് ഏതാണ്? പ്രസ്താവന ശരിയും കാരണം തെറ്റുമാണ്. കാരണം ശരിയും പ്രസ്താവന തെറ്റുമാണ്. പ്രസ്താവനയും കാരണവും ശരിയാണ്. പ്രസ്താവനയും കാരണവും തെറ്റാണ്. ഇതിലേതാ? അല്ലല്ല അന്റെ പരീക്ഷ അല്ലേ? ആ ഇജ്ജ് പറ ഇജ്ജ് ഉള്ള എഴുതിന്നല്ലേ എന്നോട് പറഞ്ഞേ? ആയിക്കോട്ടെ ഞാൻ ചോദിച്ചത് മൂട് എന്നാ ക്വസ്റ്റ്യൻ പേപ്പർ ഇജ്ജ് പഠിച്ചു വളരും കേട്ടോ. ഇവർക്ക് വെള്ളം കൊടുക്കും ആർക്ക് ഞങ്ങൾ കുറച്ച് ഉണ്ടാക്കി വെച്ചൂടെ? ഇതിങ്ങനെ എടുക്കല അപ്പുറത്ത് കൂടെ. ഇത് ഞാൻ തള്ളി അങ്ങനെ വിടണോ? ഇത് പോണില്ലല്ലോ. ഇത് കിടിലൻ പരിപാടി കേട്ടോ. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. ഇജ്ജ് ഇവിടെ തന്നെ വെള്ളം കുടിച്ചാല് അപ്പൊ അന്റെ പേരെവിടെ? അന്റെ എവിടെ? കൊറേ കണ്ടു പോണോ? അന്റെ ഇജ്ജ് എത്രയിലാ? ഓനും 5ലാ? ഒക്കെ അന്റെ ക്ലാസ്സിലാ? ഓ ഫ്രണ്ട്സാ. ഇതാരെ വകെ വെള്ളം? ഓന്റെ വക എന്റെ വക? ഓൻ്റെ പൈസ അല്ലേ? അന്റെ പൈസ അല്ലേ? പൈസക്കാരനാണ്ടേ പൈസ ഉണ്ടാക്കണം. ചക്കന്മാരൊക്കെ വളർന്ന് പന്തലിക്കാണല്ലോ അല്ലേ? അത് പൈനാപ്പിൾ ആണോ? ഇപ്പം വാങ്ങിത്തരൂ. നാളെ വാങ്ങിക്കോ. ഇപ്പോഴേ ഇഷ്ടം പോലെ പൈസ വേണ്ടി വരും. ഇത് വേണമെങ്കിൽ പേരക്കേ അല്ലെങ്കിൽ പൈനാപ്പിൾ ഏതെങ്കിലും എടുത്തോ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുത്തോളും പൈസ. അല്ല ഇന്ന് പരീക്ഷ എങ്ങനെ ഉണ്ടായിപ്പോ? നല്ല പണി, നല്ല ടഫ് പനി. എനിക്ക് ഇന്നത്തെ പരീക്ഷനെ പറ്റി എനിക്ക് എന്താ പറയാനുള്ളത്? ഒരു കുന്തു പറയാല്ല. ഒരു കുന്തു മരല്ലേ? ഇത് പൊട്ടിയോ? പൊട്ടൂലല്ലോ. എഴുതിനോ? എന്തൊക്കെ എഴുതിയേ? ഫുള്ള് എഴുതിനോ? ഇത് പഠിച്ചിരുന്നല്ലോ രാത്രി? ഞാൻ അത് പഠിച്ചില്ലല്ലോ. ഇപ്പത്തെ കാലത്ത് പഠിച്ചല്ലൊന്നും ഇല്ല ചങ്ങായി. അതൊക്കെ ട്രെൻഡ് ഔട്ടാണ്. ഇന്നലെ പഠിച്ചില്ല അടിയിട്ടുന്നോ? ഇപ്പത്തെ കാലത്ത് പഠിച്ചാലൊക്കെ ഉണ്ടോ? അത് നല്ലോണം പഠിച്ചോ. പഠിച്ചോണ്ടേ കാര്യം ഉണ്ടാവുള്ളൂ കേട്ടോ. പഠിച്ചാണ്ട് എന്ത് ചെയ്യണം? നല്ല ജോലി, നല്ല ശമ്പളം കിട്ടുന്ന ജോലി എന്ത് ചെയ്യണം? വണ്ടി പിരാൻ തോന്നി അനക്ക് കൂടി പോള് അല്ലേ? ഉസാറാ. ചെക്കന്മാരൊക്കെ എന്താ ജിമ്മലേ പറയണേ? ഒരാൾക്ക് വണ്ടി, ഒരാൾക്ക് ഫുട്ബോളും. ഇതെല്ലാം കളിച്ചോ? കോഴിക്കോടെത്തിയോ? ഉസാറാ. തിരൂരോ? എത്ര കാക്കാന്റെ പേര്? റയ്യാനോ? നിങ്ങള് ഫാമിലി ഫുള്ള് ഫുട്ബോൾ കളിക്കാരാ? വണ്ടി ഭ്രാന്തന്മാരാ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാല്ലേ? കാണണം. കാണും.
അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് നമ്മൾ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്നുള്ള നിലക്ക് പോകുന്നതിന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വെച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ബൈ.